പംകിൻ ഹൽവ. പംകിൻ കൊണ്ട് മത്തങ്ങ കൊണ്ടൊരു ഹൽവ, നല്ല മഞ്ഞ കളറുള്ള ഒരു അടിപൊളി ഹൽവ. ഈ ഹൽവ ഉണ്ടാക്കാൻ ഞാൻ ഒരു ചെറിയ കഷ്ണം മത്തങ്ങ എടുത്തു, അത് കഴുകി ചെറുതായി കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് അത് പേസ്റ്റാക്കാൻ ഒരു മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്തു. ഇപ്പോൾ നമ്മുടെ പംകിൻ ഹൽവയ്ക്ക് വേണ്ട പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് നമുക്ക് ഈ മത്തങ്ങയുടെ പേസ്റ്റ് ആഡ് ചെയ്തെടുക്കാം. ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ആഡ് ചെയ്യാൻ നമുക്ക് ഒരു 4 സ്പൂണ് കോൺഫ്ലവർ എടുക്കാം. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഹൽവയിലേക്ക് ആഡ് ചെയ്യാൻ കുറച്ച് കശുവണ്ടി എടുത്തിട്ടുണ്ട്, അത് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. പിന്നെ 2-3 ഏലക്കയും. ഇതിപ്പോൾ കുറച്ച് വറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 സ്പൂണ് പഞ്ചസാര ആഡ് ചെയ്തെടുക്കാം. പഞ്ചസാര ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര അലിഞ്ഞ് വരണം. ഇനി അതിലേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്തെടുക്കാം. നെയ്യ് ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെയും ഒരു സ്പൂണും കൂടി പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര നന്നായി അലിഞ്ഞ് വരട്ടെ. ഇനി കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്തെടുക്കാം. അത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നെയ്യ് എല്ലാ ഭാഗത്തെത്തുന്ന രീതിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി പൊടിച്ച് വെച്ച ഏലക്കായും കൂടി ഇട്ട് കൊടുക്കാം. അതും ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി പൊടിച്ച് വെച്ച കശുവണ്ടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, അത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് കോൺഫ്ലോർ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. കോൺഫ്ലോർ മിക്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും കോൺഫ്ലോർ എത്തുന്ന രീതിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഉണക്കമുന്തിരി ആഡ് ചെയ്ത് കൊടുക്കാം. അതും ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഹൽവ ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ ഗ്ലാസ് ബോളിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഇതിന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. എല്ലാം ഒരേപോലെ ഒരേ നിരപ്പിലാക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് തണുത്ത് വരണം. റൂം ടെമ്പറേച്ചറിൽ തന്നെ തണുത്ത് വരണം. ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. കുറച്ച് സമയം ഞാൻ റൂം ടെമ്പറേച്ചറിൽ വെച്ചു. ഇനി ഇത് നമുക്കൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ബൗളിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട്. ഇതാ നമ്മുടെ അടിപൊളി മഞ്ഞ ഹൽവ, പംകിൻ ഹൽവ റെഡിയായിട്ടുണ്ട്. ഒന്നിനി കട്ട് ചെയ്തെടുക്കണം. ഞാൻ ഒരു കത്തി കൊണ്ട് ഒരു മീഡിയം പീസിലാണ് കട്ട് ചെയ്തെടുത്തത്. ഒരു 4 കഷ്ണമാക്കി. നോൺ സ്റ്റിക്ക് പാത്രത്തിൽ വെച്ചതുകൊണ്ട് ഞാൻ സാവധാനമാണ് കട്ട് ചെയ്തത്, ഒന്നും തട്ടാണ്ട്. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കിയതാണ് ഈ ഹൽവ, പംകിൻ ഹൽവ. ടേസ്റ്റ് മോശമില്ല, അടിപൊളിയായിരുന്നു. നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പ്രൊഫൈലിന് ഷെയർ ചെയ്യുക, വീഡിയോസിന് ലൈക്ക് ചെയ്യുക. താങ്ക് യു.